ബീഹാറിൽ സംഭവിച്ച തോൽവിയിൽ ഞെട്ടിത്തിരിച്ച കോൺഗ്രസിന് ആശ്വാസമായി തെലങ്കാനയും രാജസ്ഥാനും. വോട്ട് കൊള്ളയിലൂടെ തകർക്കാൻ ശ്രമിച്ചാലും മുറിവിൽ നിന്നും മുളപൊട്ടി കോൺഗ്രസ് വളരുമെന്ന് തെളിയിക്കുന്നതാണ് തെലങ്കാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും പുറത്തുവരുന്ന പുതിയ വാർത്തകൾ. പ്രത്യാശയുടെ ഒരു പൊൻകിരണം കൊണ്ട് പ്രഭാപൂരിതമാകുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. കോൺഗ്രസിനെ തല്ലിക്കെടുത്താനും ഉന്മൂലനം ചെയ്യാനും കിണഞ്ഞു പരിശ്രമിക്കുന്ന മോദിക്കും സംഘത്തിനും മുന്നിലെ ഈ വിജയം ജാഗ്രതയുടെ മുന്നേറ്റം തന്നെയാണ് എന്നാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. തെലങ്കാനയിലെ ജൂബിലി ഹിൽസിലും രാജസ്ഥാനിലെ ആൻഡയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് വൻ വിജയം കൊയ്തു മുന്നേറിയത്. തെലങ്കാനയിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ തന്ത്രപ്രധാനമായ നീക്കം കോൺഗ്രസിനെ വിജയത്തിലേക്ക് ഉയർത്തുകയായിരുന്നു എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തുകയും ചെയ്തതാണ്. ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിലെ അതൃപ്തി ഒഴിവാക്കാൻ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് മുഹമ്മദ് അസ്റുദ്ദീനെ മന്ത്രിയായി നിയമിച്ചത് കോൺഗ്രസ് നടത്തിയ പ്രധാന നീക്കമാണെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ഇത് മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ പാർട്ടിയെ സഹായിച്ചതായി പറയുന്നു. ഒരൊറ്റ മുസ്ലിം മന്ത്രിയുമില്ലാത്ത മന്ത്രിസഭയിൽ അസ്റുദ്ദീനെ ഉൾപ്പെടുത്തിയതും ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ വരുന്നത്. ആൻഡയിൽ കോൺഗ്രസ് നേടിയ വിജയം സച്ചിൻ പൈലറ്റിന്റെ നിസ്വാർത്ഥ സേവനത്തിന്റെ ഫലമാണ് എന്നതാണ് നേതൃത്വത്തിന്റെ മറ്റൊരു നിഗമനം. ഇതോടെ തെലങ്കാനയിലും രാജസ്ഥാനിലും നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വിജയിക്കുകയായിരുന്നു. ജൂബിലി ഹിൽസ് ഉപതെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ടതോടെ BJPക്കും BRSനും വൻ തിരിച്ചടിയാണ് അവിടെ നേരിട്ടത്. 24,729 വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ കോൺഗ്രസ് നേടിയത് 98,999 വോട്ടുകളോടെയാണ്. കോൺഗ്രസിന്റെ നവീൻ യാദവ് വിജയിച്ചതോടെ അവിടെ BRSന്റെ സ്ഥാനാർത്ഥി മനകുടി സുനിത ഗോപിനാഥിന്റെ പരാജയം പൂർണ്ണതയിലെത്തുകയായിരുന്നു. തെലങ്കാന രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് കോൺഗ്രസ് ഈ വിജയം കൊയ്യുന്നത്. രാജസ്ഥാനിലെ ആൻഡയിൽ BJPയുടെ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസ് പിടിച്ചടക്കിയത്. 15,000-ന് മുകളിലുള്ള ലീഡുമായാണ് പ്രമോദ് ജെയിൻ BJP MLA മോർപാൽ സുമനെ പരാജയപ്പെടുത്തിയത്. BJP അവിടെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് കോൺഗ്രസിന്റെ മുന്നേറ്റ ഫലമാണ് എന്നതും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. 2005-ലെ സർപഞ്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ അന്നത്തെ സബ് ഡിവിഷണൽ MLA കൻവർലാൽ മീണയെ ഭീഷണിപ്പെടുത്തിയതിന്റെ ഫലമായി 3 വർഷം തടവ് വിധിച്ചിരുന്നു അവിടുത്തെ MLAക്ക്. സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്ത മോർപാലിന്റെ ഹർജി തള്ളിയതോടെ മോർപാലിന് അയോഗ്യത കൽപ്പിച്ചായിരുന്നു സുപ്രീം കോടതി വിധി. തുടർന്നാണ് അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇത് തെലങ്കാനയിലും രാജസ്ഥാനിലും നിന്നുള്ള രാജ്യത്താകമാനം നിറയുന്ന മാറ്റത്തിന്റെ ശീതക്കാറ്റ് തന്നെയെന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം ബീഹാറിലെ പരാജയത്തിന് പിന്നിലെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരുവാനുള്ള ശ്രമവും കോൺഗ്രസ് ഊർജിതമാക്കി കഴിഞ്ഞിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ തിരിമറികളും വോട്ടർ തട്ടിപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്തുകളിയും അടക്കം ബീഹാറിൽ വ്യാപക ജനാധിപത്യ ധ്വംസനം തകൃതിയായി നടന്നു എന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അടക്കം നടന്ന വോട്ട് കൊള്ളയുടെ തെളിവുകൾ പുറത്തുവിട്ട രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞ തെളിവുകൾ നിലനിൽക്കുമ്പോഴാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ട ഫലം പുറത്തു വരുന്നത്. മഹാരാഷ്ട്രയിലും കർണാടകയിലും ഗുജറാത്തിലും അവസാനമായി ഹരിയാനയിലും നടന്ന വോട്ട് കൊള്ളയുടെ പുറത്തുവിട്ട തെളിവുകൾ രാജ്യത്ത് ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുമ്പോഴാണ് രാജ്യത്ത് വോട്ട് കൊള്ളയുടെ പേരിൽ ആദ്യത്തെ അറസ്റ്റ് നടക്കുന്നത്. പശ്ചിമ ബംഗാൾ നാഡിയ സ്വദേശിയായ ബാപ്പി ആദിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം നവംബർ 15-ന് അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ അലന്ത് മണ്ഡലത്തിലെ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റുന്നതിനായി സഹായിച്ചുവെന്നാണ് ബാപ്പിക്കെതിരെ ആദ്യമായി ഉയർന്നു വന്ന കേസ്. OTPകൾ കൂട്ടത്തോടെ BJP നേതാവിന്റെ ഡേറ്റാ സെന്ററിലേക്ക് എത്തിച്ചു നൽകിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. കൽബുർഗിയിലെ ഒരു ഡേറ്റാ സെന്റർ വഴിയാണ് വോട്ട് വെട്ടൽ പരിപാടികൾ നടന്നത് എന്നതായിരുന്നു രാഹുൽ ഗാന്ധി തന്റെ ആരോപണത്തിൽ പ്രധാനമായും എടുത്തു പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ആലന്ദിലെ MLA ആയിരുന്ന BJP നേതാവ് സുഭാഷ് ഗുട്ടാദോറും മകനും ചേർന്നാണ് ഡേറ്റാ സെന്ററിന് കരാർ നൽകിയത് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഈ ഗുട്ടോദാറിന്റെ വീടിന് മുന്നിൽ നിന്നും വോട്ടർ പട്ടിക കൂട്ടത്തോടെ കത്തിച്ച നിലയിൽ പിന്നീട് പോലീസ് കണ്ടെത്തുകയുണ്ടായി. വോട്ട് കൊള്ളയിൽ ഇത്തരം ഗുരുതരമായ തെളിവുകളൊക്കെ പുറത്തു വരുമ്പോഴും കേരളത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടക്കം വോട്ടർ പട്ടിക ക്രമക്കേടും പുറത്തു വരികയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന SIRലടക്കം കൃത്രിമം നടക്കുമെന്നത് വളരെ വ്യക്തമാണ് എന്നതുകൊണ്ട് വൻ പ്രതിഷേധത്തിലാണ് പശ്ചിമ ബംഗാളും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ. അട്ടിമറിയിലൂടെ മാത്രം വിജയം കൈക്കലാക്കുന്ന മോദിക്ക് നേരെ തൊടുത്ത വജ്രായുധമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന ഈ തെളിവുകളൊക്കെ തന്നെയും. ഇനിയും
രാഹുൽ ഗാന്ധി പുറത്തുവിടുമെന്ന് പറയുന്ന ഹൈഡ്രജൻ ബോംബ് എന്ന മഹാവിസ്ഫോടനത്തിന് കാത്തിരിക്കുകയാണ് രാജ്യം. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ചോദ്യങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് മോദി ഏൽപ്പിച്ച ക്ഷതങ്ങളുടെ ആഴം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വോട്ട് കൊള്ളയിലുണ്ടായ ആദ്യ അറസ്റ്റിനെ രാജ്യം ആഘോഷമാക്കിയത്. അഭിമാനപൂർവ്വം രാജ്യം വിലമതിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാനം ഇന്ന് മോദിക്ക് അടിമ വെച്ച അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയതിൻ്റെ ഫലമാണ് അവസാനമായി ബീഹാറിൽ തെളിഞ്ഞത്. എന്നാൽ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ ഇന്നും ബാക്കിയുണ്ട് എന്ന തെളിവാണ് കർണാടകയിൽ വോട്ട് കൊള്ളയുടെ അറസ്റ്റിൽ നിന്നും വെളിവാകുന്നത്. രാജ്യത്തിനെ തുരങ്കം വെച്ച് നശിപ്പിക്കാൻ, അധർമ്മ ഏകാധിപതിയായ രാജ്യത്തെ ഗ്രസിക്കുന്ന മോദിസം അവസാനിപ്പിക്കാൻ അധികം നാൾ ഇനി കാത്തിരിക്കേണ്ട, അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ സഖ്യം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ബീഹാറിൽ കള്ളക്കളിയിലൂടെ വിജയം പിടിച്ചുപറിച്ച NDAയുടെ ആഹ്ലാദ പാളയത്തിനേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയാണ് തെലങ്കാനയിലും രാജസ്ഥാനിലും സംഭവിച്ചത്. അത് പക്ഷേ കോൺഗ്രസിന് പുതിയ ഊർജം പകരുന്നതാണ് കാണുന്നത്. ഇതോടൊപ്പം തന്നെ തീവ്ര വോട്ടർ പരിഷ്കരണത്തിന് എതിരായ ദേശീയ തലത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനും കോൺഗ്രസ് തയ്യാറെടുത്ത് വരികയാണ്. ഇതിനായി രൂപരേഖ തയ്യാറാക്കാനാണ് ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ നടക്കുന്ന 12 സംസ്ഥാനങ്ങളെ കാണുകയും അതാത് സംസ്ഥാനങ്ങൾ എടുക്കേണ്ട വിവിധ നീക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടും ഉള്ളത്. ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പിടിപ്പുകേട്, മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിൻ്റെ BJP അനുകൂലമായിട്ടുള്ള മൃദു സമീപനവും ജനങ്ങൾക്ക് തുറന്നു കാണിക്കുവാനുമാണ് കോൺഗ്രസ് പദ്ധതിയിട്ടിട്ടുള്ളത്. അടുത്ത കൊല്ലം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ തീവ്ര പരിഷ്കരണം നടക്കുമ്പോൾ തന്നെ അടുത്ത കൊല്ലം മധ്യത്തോടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആസാമിനെ ഇതിൽ നിന്നും ഒഴിവാക്കിയത് ഗാനേഷ് കുമാറിൻ്റെ ഇരട്ടത്താപ്പ് ആണ് എന്നത് കോൺഗ്രസ് ശക്തമായി ജനത്തിനെ ബോധ്യപ്പെടുത്തും. ഇതോടൊപ്പം തന്നെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് വോട്ട് ചോരിയെക്കുറിച്ചുള്ള കൂടുതൽ പത്രസമ്മേളനങ്ങൾ നടത്താനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ പല തട്ടിലാണ് കോൺഗ്രസ് മോദിക്കെതിരെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും യുദ്ധം ആസൂത്രണം ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.